ഇവിടെ നിന്നുള്ള കേരളത്തിലെ കലാലയങ്ങളിൽ പിടിമുറുക്കുന്ന ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അവരെ കൂട്ടു നിർത്തിക്കൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അവർക്ക് സംരക്ഷണം ഒരുക്കാൻ SFI ഇവിടെ ഉണ്ട്. ഇതിനു മുമ്പും ഇതുപോലെ തന്നെ കൊട്ടാരക്കര SFIയുടെ ഏരിയ വൈസ് പ്രസിഡന്റിനെ ഇതുപോലെ 4 കിലോ കഞ്ചാവുമായി പിടിച്ച് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയെ സംബന്ധിച്ച വാർത്തകൾക്ക് പിന്നാലെ KSU സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായ യദുകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരുന്നു. SFI പേരൂർക്കട ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ആനന്ദ് AP-യുമായി ബന്ധപ്പെട്ട FB പോസ്റ്റിൽ KSU സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് M5 ന്യൂസിനോട് തുറന്നടിക്കുന്നു. അതിലേക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. ഈ ലഹരി മയക്കുമരുന്ന് മാത്രമല്ല, ഒരു വലിയ സംഭവം ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ SFI ആണ് എന്ന് പലവട്ടം പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ SFI ആണെന്ന് പറയുമ്പോൾ അതിന് നേർചിത്രമായി അതിന്റെ രേഖയായിട്ടാണ് നിലവിലെ SFIയുടെ പേരൂർക്കട ഏരിയ സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ഞാൻ വീഡിയോയിൽ പുറത്തുവിട്ട അഡ്വക്കേറ്റ് ആനന്ദ് AP. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടൊപ്പം നിന്ന് പരസ്യമായി കഞ്ചാവ് ബോംബ് വലിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തേക്കുള്ള എന്ത് സന്ദേശമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് SFI കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ആ വിഷയത്തിൽ ഞാൻ ഉന്നയിച്ചത്. കേരളത്തിലെ കലാലയങ്ങളിൽ ഇതിനു മുമ്പും ഇതുപോലെ തന്നെ കൊട്ടാരക്കര SFIയുടെ ഏരിയ വൈസ് പ്രസിഡന്റിനെ ഇതുപോലെ 4 കിലോ കഞ്ചാവുമായി പിടിച്ച് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും. അപ്പൊ നമ്മൾ SFIയുടെ സംസ്ഥാന ഭാരവാഹികളോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ നേരിട്ട് കൊണ്ടുവന്ന് ഇത് കച്ചവടം ചെയ്യുന്നു എന്നല്ല നിങ്ങൾ പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് SFI എക്കാലത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അവരെ തള്ളിപ്പറയുവാനോ അവരെ പുറത്താക്കുവാനോ മാറ്റി നിർത്തുവാനോ SFI തയ്യാറായിട്ടില്ല. ഇപ്പൊ വലിയൊരു സമ്മർദ്ദം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിരാജിനെതിരെ കളമശ്ശേരി പോളിയിൽ ഒരു നടപടിയിലേക്ക് എത്തുവാൻ വേണ്ടി SFI തയ്യാറായത്. എന്നാൽ നിലവിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ മൊത്തം പരസ്യമായിട്ട് അതൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് ഇന്ന് വരെ അഡ്വക്കേറ്റ് ആനന്ദ് AP എന്ന് പറയുന്ന SFIയുടെ പേരൂർക്കട ഏരിയ സെക്രട്ടറിക്കെതിരെ ഒരു തരത്തിലുള്ള നടപടി സ്വീകരിക്കുവാനോ ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തുവാനോ അവിടുത്തെ SFIയുടെ നേതൃത്വമോ CPM നേതൃത്വമോ ഇതിന് തയ്യാറായിട്ടില്ല എന്നുള്ളത് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഇപ്പോൾ സമൂഹത്തിന് കൊടുക്കാൻ തയ്യാറാവുന്നത്? ഇപ്പോ ഇതിനകത്ത് ഏറ്റവും വലിയ അപകടകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ക്യാമ്പസ് ജാഗരണ യാത്ര എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് കാസർഗോഡ് മുതൽ ഈ സമരവുമായി കേസ് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ലഹരി വ്യാപകരായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരെയും മുഴുവൻ ആളുകളെയും ഇതിൽ നിന്നും കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയകളുടെ ഏജന്റുമാരെ കണ്ടെത്തി അവരെ തുറങ്കലടയ്ക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ നിന്നുള്ള കേരളത്തിലെ കലാലയങ്ങളിൽ പിടിമുറുക്കുന്ന ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അവരെ കൂട്ടു നിർത്തിക്കൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അവർക്ക് സംരക്ഷണം ഒരുക്കാൻ SFI ഇവിടെ ഉണ്ട് എന്നൊരു മെസ്സേജാണ് അവര് ഈ ഇത്തരത്തിലേക്കുള്ള പ്രവണതയുമായി മുമ്പോട്ട് പോകുമ്പോൾ നൽകുന്നത് എന്നുള്ള വലിയൊരു അപകടകരമായ ഒരു വസ്തുതയാണ് നിലനിൽക്കുന്നത്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് ഈ തരത്തിലേക്കുള്ള ഈ വിഷയത്തിനകത്ത് നടപടി സ്വീകരിച്ചിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള നിയമ പോരാട്ടമായി മുമ്പോട്ട് പോകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഡിഫോമേഷൻ കേസ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഏത് തരത്തിലുള്ള നിയമ പോരാട്ടത്തിനും നമ്മൾ തയ്യാറാണ്. അതിനകത്ത് വളരെ കൃത്യവും വ്യക്തവുമാണ് അത് അദ്ദേഹം കഞ്ചാവ് വലിക്കുന്ന വീഡിയോ ആണ് എന്ന് പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും പോലീസിനും കണ്ടാൽ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന തരത്തിലേക്കുള്ള വീഡിയോ ആണ് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഇടപെടലും അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല ഇന്നലെ അവിടുത്തെ CPM നേതൃത്വം അദ്ദേഹത്തെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും ഈ വിഷയത്തെ പ്രതിരോധിക്കാനുമാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത് വലിയൊരു വിപത്തിനെയാണ് അവർ വിളിച്ചു വരുത്തുന്നത്. എന്താണ് സന്ദേശം? എന്ത് സന്ദേശമാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും SFI നൽകുന്നത്? ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്നതോടുകൂടി കേരളത്തിലെ ലഹരി മയക്കുമരുന്ന് മാഫിയകളെ സംരക്ഷിക്കാൻ ഇവിടെ ഇടതുപക്ഷ സർക്കാരും SFI ഉണ്ടെന്നല്ലേ ആ സന്ദേശമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സന്ദേശം വരുമ്പോ യഥാർത്ഥത്തിൽ ഞങ്ങൾ വളരെ ഈ ക്യാമ്പസ് ജാഗരൺ യാത്ര കാസർഗോഡ് മുതൽ ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായ ശേഷമാണല്ലോ കളമശ്ശേരി പോളിയിലൊക്കെ ഇത്തരത്തിലേക്കുള്ള ആളുകളെ പിടിക്കുന്ന പ്രവർത്തനത്തിലേക്കൊക്കെ പോലീസും എക്സൈസും ഒക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഡീഹണ്ടുമായിട്ടുള്ള പ്രവർത്തനമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു കേരളത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിലെ കലാലയങ്ങളിൽ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അതിൽ KSU പ്രവർത്തകരും SFI പ്രവർത്തകരും MSF AVP അടക്കമുള്ള കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിരവധിയായ KSU പ്രവർത്തകരായാലും SFI പ്രവർത്തകരായാലും സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയകൾക്കോ ലഹരി മാഫിയകൾക്കോ അടിമപ്പെട്ടിരിക്കാം, അതിന്റെ വഴിയിൽ വീണുപോയിരിക്കാം. എന്നാൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം, അവരെ കൈപിടിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനമായിട്ടാണ് KSU തിരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ ഏജന്റുകളായിട്ട് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിലും അവരെ കണ്ടെത്തി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ, അത് SFI ആകട്ടെ KSU ആകട്ടെ ആരാകട്ടെ, അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ വളരെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഈ സമരം നടത്തുന്നത്. ആര് തന്നെ KSUവിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആരെ പിടികൂടിയാലും
അവരെ ന്യായീകരിക്കുവാനോ അവരെ വെള്ളപൂശാനോ അവരുടെ തീവ്രത ഇളക്കാനോ അവർ ജാഗ്രത പാലിക്കണമെന്ന് മെസ്സേജ് കൊടുക്കാനോ ഒന്നിനും ഞങ്ങൾ തയ്യാറല്ല. അവരെ വിളിച്ചു നിർത്തി പത്രസമ്മേളനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. അവരെ പരിപൂർണമായും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് കേസ് കൂടി ഇവിടുത്തെ സർക്കാരിനോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോടും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും പരിപൂർണമായ പിന്തുണയാണ് കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു വിഷയം SFI അടിക്കുക എന്നുള്ളതല്ല. SFI ഈ വിഷയങ്ങളിൽ ഈ SFIയുടെ ആളുകളെ പിടിക്കുമ്പോൾ അവരെ ന്യായീകരിക്കുവാനും വെള്ളപൂശാനും അവരിലൊന്നും ബാധകമായിട്ടുള്ള ആളുകളല്ല, ഇതിന്റെ ഭാഗമല്ലെന്ന് പൊതുസമൂഹത്തിന് പറഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം KSUവിന്റെ മുകളിലേക്ക് ഇതൊക്കെ KSUക്കാരെന്തോ ചെയ്യുകയാണ്, KSUവിന് വാഹകരാണ്, KSU ആണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ SFIയുടെ നേതൃത്വം, ഏരിയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതൃത്വമാണ്, ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറയുമ്പോൾ SFIയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് പ്രചരണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുത്തത്. SFI നിലപാടിൽ നിന്ന് പിന്മാറണം, കേരളത്തിലെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിന് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ആശയത്തിന് വേണ്ടി മാത്രമാണ് ചിത്രം ഞങ്ങളത് പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്കറിയാം ഇത് ഒരു വസ്തുതയാണ്. എന്താണ് വർത്തമാന കാലത്തിൽ നടക്കുന്നതെന്ന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും വ്യക്തമായ ധാരണയുണ്ട്. ഇന്നലെ കൊല്ലത്ത് നടന്ന സംഭവം ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നിട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിനു മുമ്പ് താമരശ്ശേരിയിലും വെഞ്ഞാറമൂടും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, ഒരമ്മ എന്താണ് പറഞ്ഞത്, 9 മാസവും 10 ദിവസവും ഉദരത്തിൽ പേറ്റുന്നവ സഹിച്ച് നൊന്ത് പ്രസവിച്ച ഒരു അമ്മ എന്താണ് പറഞ്ഞത്, മകൻ വീട്ടിൽ വരുമ്പോൾ കതവ് തുറന്നു കൊടുക്കാൻ ഭയമാണെന്നാണ്. അപ്പൊ ഇത്രയും വലിയൊരു വസ്തുത ഈ നാട്ടിൽ നിലനിൽക്കുമ്പോൾ എല്ലാ സംഘടനയിൽപ്പെട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ടാകും. ഇവരുടെ ഈ ലഹരി മരുന്ന് മാഫിയയുടെ കെണിയിൽ വീണ് പോയിട്ടുള്ള അവരെയൊക്കെ നമുക്ക് കണ്ടെത്തണം. ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ അവരെ പരിവർത്തനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് സാധിക്കണം. ഇവർ കച്ചവടക്കാരാണ് എന്നുണ്ടെങ്കിൽ പോരാട്ടത്തിന്റെ നിയമത്തിന് വിധേയമാക്കി അവർക്ക് ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള നിലപാടാണ്. KSU ഉണ്ടെങ്കിലാകട്ടെ SFI ആകട്ടെ ആരായാലും അവരെ സംരക്ഷിക്കാൻ ഒരു സംഘടനയും തയ്യാറാക്കരുത്. അങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കിയാൽ ഈ കേരളം വലിയൊരു വിപത്തിലേക്ക് പോകും. നല്ല നട്ടുറപ്പുള്ള വിദ്യാർത്ഥി സംഘടനകൾ കലാലയങ്ങളിൽ പ്രവർത്തിച്ചാൽ ഇതുപോലെയുള്ള ആരും ഈ നിലപാട് സ്വീകരിച്ചാൽ ഇതുപോലുള്ള ഒരു മയക്കുമരുന്ന് മാഫിയകളും കോളേജിൽ കയറില്ല എന്നുള്ള വസ്തുതയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ തുടക്കം കുറിച്ചുള്ളത്. ഞങ്ങളുടെ ഉള്ളിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും അതിനൊരു പരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞങ്ങൾ വലിയൊരു സന്ദേശം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ജാതിയുമായി മുമ്പോട്ട് വരുന്നത്. കാസർഗോഡ് മുതൽ ഇപ്പോ പത്തനംതിട്ട കാതോലിക്ക കോളേജിൽ അതിന്റെ സ്വീകരണം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ അടുത്ത GKM കോളേജിലേക്ക് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടേക്ക് കടക്കുകയാണ്. നാളെ കൊല്ലം DP കോളേജും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇതിന്റെ പരിസമാപ്തിയിലേക്ക്, ഈ ആദ്യഘട്ട ജാഥയുടെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. അടുത്ത ദിവസം ഞങ്ങൾ ഈ ജാഥ ഏറ്റെടുത്ത് മുമ്പോട്ട് വരുമ്പോൾ അടുത്ത ദിവസം യൂണിറ്റ് തലങ്ങളിൽ ഇതിന്റെ സ്ക്വാഡ് രൂപീകരിക്കാൻ, ലഹരിക്കെതിരെയുള്ള സ്ക്വാഡ് രൂപീകരിക്കാൻ KSU സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ നേതൃത്വം കൊടുക്കുകയാണ്. എല്ലാ ജില്ലകളിലും എല്ലാ യൂണിറ്റുകളിലും എല്ലാ താലൂക്ക് തലങ്ങളിലും ഈ ലഹരിക്കെതിരെയുള്ള സ്ക്വാഡുകളെ രൂപീകരിക്കുകയാണ്. നമ്മുടെ ഇടങ്ങളിൽ ആരെങ്കിലും വിട്ടിട്ടുണ്ടോ, നമ്മുടെ പ്രവർത്തകരുമായിട്ട് ആർക്കെങ്കിലും ബന്ധമുണ്ടോ, കോളേജുകളിൽ ആരാണ് ഇത് എത്തിക്കുന്നത് എന്നുള്ള പ്രവർത്തനത്തിന് എക്സൈസിനെയും പോലീസിനെയും സഹായിക്കാൻ KSU ഒരു കർമ്മ സേനയെ തന്നെ രൂപീകരിക്കാനുള്ള പ്രവർത്തനമായി മുമ്പോട്ട് പോവുകയാണ്. ബോധവൽക്കരണങ്ങൾ നടത്തുവാൻ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സജീവ ക്യാമ്പയിൻ ഞങ്ങളുടെ കലാലയങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ, അവരുടെ പഴയ രാഷ്ട്രീയ ബോധം അവരിലേക്ക് എത്തിക്കുവാൻ, പ്രസംഗത്തിന്റെ, കലയുടെ, കളരിയുടെ, കായികത്തിന്റെ എല്ലാ തരത്തിലുള്ള അവരുടെ ലഹരികൾ മറ്റു പലതുമാക്കി മാറ്റുവാൻ, അവരുടെ സർഗാത്മകതയെ തിരിച്ച് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് KSU തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ ഞങ്ങൾ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്ത് അങ്ങനെ എന്തൊക്കെയാണോ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ചെയ്ത് ഈ പോരാട്ടത്തിന് ഭാഗമായി മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിപ്രായം അത് നമ്മൾ വളരെ ആത്മാർത്ഥമായി വസ്തുതാപരമായി സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിലെ കലാലയങ്ങളിൽ ഭൂരിഭാഗവും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ, ഹോസ്റ്റൽ മുറികളിൽ ഈ ലഹരിയുടെ വ്യാപനം വന്നിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് പണ്ട് മദ്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഹരികളായിരുന്നുവെങ്കിൽ ഇത് രാസലഹരി MDMA അടക്കം അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന നിരവധിയായ ലഹരികൾ ഇന്ന് വളരെ സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടുകയാണ്. അതാണ് നമ്മുടെ ആശങ്ക. സർക്കാരിനെതിരെയൊക്കെ KSU നമ്മൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ പോലീസ് സൈലന്റ് ആണ്. ഇപ്പൊ ഇത്തരത്തിലേക്കുള്ള വർത്തമാനകാലത്ത് നടക്കുന്ന വിഷയങ്ങൾ നടക്കുമ്പോൾ കുറച്ചു കാലത്തേക്ക് ഇവിടുത്തെ ആളുകളുടെ, മാധ്യമങ്ങളുടെ, സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ഡി ഹണ്ടെന്നോ ഓപ്പറേഷൻ ഡി ഹണ്ടെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ 2-3 ദിവസത്തെ കാണിക്കുന്ന ചില പ്രകസനങ്ങളല്ലാതെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്നുള്ള വസ്തുതയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ ആളുകളില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇതിന്റെ വ്യാപനം കോടതികളിലേക്ക് വളരെ കാര്യമായി എത്തുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവരുടെ വിമുക്തി എന്ന് പറയുന്ന ക്യാമ്പയിനോ കേവലം എക്സൈസുകാർ ആരെങ്കിലും കോടതിയിൽ വന്ന് പ്രസംഗിച്ച് മടങ്ങിപ്പോയാൽ ആളുകൾ മുഴുവനും ഇത് മാറി നിൽക്കുമെന്നുള്ള KSU ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ കാരണം അവരുടെ സഹപ്രവർത്തകരാണ്, അവരുടെ സഹയാത്രികരാണ്, അവരുടെ സഹോദരങ്ങളാണ് ഇതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോ മറ്റൊരാളെക്കാൾ കൂടുതൽ, ചിലപ്പോൾ ഒരു പരിധിവരെ രക്ഷകർത്താക്കളെക്കാളും അധ്യാപകരെക്കാളും അവരുടെ സുഹൃത്തുക്കൾ ഇറങ്ങി നിന്ന് ഇതിന് ബോധവൽക്കരണമായി മുമ്പോട്ട് വന്നാൽ ഒരു പരിധിവരെ ഇതിനെ ചെറുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്
ഈ കോളേജ് ക്യാമ്പസുകൾ ആകെ പിടിമുറുകിയിരിക്കുന്ന ഈ ലഹരി വ്യാപനത്തിനെ തടയാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. സർക്കാരിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഇപ്പോ യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്ന പ്രവണതയുമായിട്ടാണ് ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും സർക്കാരും പോകുന്നത്. എങ്ങനെയെങ്കിലും ഒരു കേസുകാരനെ എവിടെങ്കിലും കണ്ടുകിട്ടാൻ കഴിയുമോ, പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് നോക്കി അവരെ പ്രതി ചേർക്കുന്ന ധൃതിയിലാണ് ഇവിടെ പോലീസും എക്സൈസും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ രാഷ്ട്രീയപരമായി വഴിതിരിച്ചു വിടുന്ന ഒരു ശ്രമത്തിന് രാഷ്ട്രീയ പാപ്പരത്വമാണ് കേരളത്തിൽ ഇപ്പൊ എക്സൈസും പോലീസും ഒക്കെ നടത്തുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ എന്നല്ല ആരുടെ ആളുകളെ പിടിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ പോലീസും എക്സൈസും ഒന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് കാര്യമായി ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നുള്ളത് തന്നെയാണ് വസ്തുത. വളരെ കാര്യക്ഷമമായി ഇടപെട്ടേ പറ്റൂ. ഒറ്റ ദിവസം തന്നെ എല്ലാ കോളേജുകളിലേക്കും എല്ലാ ഹോസ്റ്റലുകളിലേക്കും എല്ലാ തരത്തിലുള്ള ഒരു ഓപ്പറേഷനായി തന്നെ നടത്തിക്കൊണ്ടുള്ള റെയ്ഡുകൾ നടത്തി അതിന്റെ ആളുകളെ കണ്ടെത്തി, എവിടെ നിന്ന് ഇവരിലേക്ക് വരുന്നു എന്നുള്ള ഏജന്റുകളെ കണ്ടെത്തി, എവിടാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ള ഇടങ്ങളിലേക്ക് ചെന്ന് അതിന്റെ വേര് പിഴുതെറിഞ്ഞാൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. അല്ലാതെ ഇതിന്റെ ഉപഭോക്താക്കളായിരിക്കുന്ന ഏതാനും ചെറിയ കുട്ടികളെ പിടിച്ച് അവരുടെ ഫോട്ടോ മാധ്യമങ്ങളിൽ കൊടുത്ത് പത്രത്തിലാക്കി അവരുടെ ജീവിതം പരിപൂർണമായി തകർന്നു പോകുന്ന തരത്തിലേക്ക് എത്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിപൂർണം ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു നേതൃത്വമാണ് സാധാരണപ്പെട്ട കുട്ടികളുടെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് ഉപഭോക്താക്കളുടെ പുറകിൽ മാത്രമാണ് പോകുന്നത്. വിപണനക്കാരിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നാണ് ഇതിന്റെ ഏജന്റുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന പ്രവർത്തനത്തിന് സജ്ജമായ ഒരു പോലീസ് സംവിധാനം, എക്സൈസ് സംവിധാനം നിലവിലില്ലെന്നുള്ള വസ്തുത. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിരവധിയായ വേക്കൻസികളാണ് നടക്കുന്നത്. എത്ര കാലങ്ങളായി അവിടെ നിയമനങ്ങൾ നടക്കുന്നില്ല. ഇതിനാവശ്യമായിട്ടുള്ള വാഹന സൗകര്യങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും ഒരുക്കി കൊടുക്കുന്നില്ല. ഇത്രയും വലിയൊരു വിപത്തുണ്ടായിട്ട് അതിനെ നേരിടാനുള്ള ഒരു മുൻകരുതലും ഇവിടുത്തെ പോലീസോ എക്സൈസോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്യുന്നില്ലെന്നുള്ളൊരു വസ്തുതയാണ്. അതൊക്കെയാണ് നമ്മൾ രാഷ്ട്രീയപരമായി നമ്മൾ ഉന്നയിക്കുന്നത്. അതല്ലാതെ അപ്പോ അതിനെയൊക്കെ ചെറുക്കുവാൻ, അതിനെയൊക്കെ മറികടക്കാനുള്ള തീരുമാനവുമായി സർക്കാർ വന്നാൽ പരിപൂർണമായ പിന്തുണ, അകമഴിഞ്ഞ പിന്തുണ, അതീതമായ പിന്തുണ KSU കൊടുക്കുമെന്ന് ഞങ്ങൾ എല്ലാ പരിപാടികളിലും കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയുള്ള എല്ലാ ജില്ലകളിലും ഞങ്ങൾ പ്രഖ്യാപിച്ചു തന്നെയാണ്. പരിപൂർണമായ പിന്തുണ ഞങ്ങൾ കൊടുത്തു തന്നെയാണ് വരുന്നത്. അവര് ആ തരത്തിൽ നിഷ്പക്ഷമായി ഇറങ്ങിയാൽ പരിപൂർണമായ പിന്തുണ KSUവിന്റെ ഭാഗത്തുനിന്നും തീർച്ചയായും ഉണ്ടാകും.